മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ലോക്ഹാട്ട് എസ്റ്റേറ്റിലെ റേഷൻ കട അവൻ വീണ്ടും തകർത്തു. അരിച്ചാക്കുകൾ വലിച്ച് പുറത്തിട്ടു. ഇന്നലെ ദേശീയപാതയിൽ ഇറങ്ങിയ ആന അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തി. ജെയിനിസ് രാജു ഉണ്ട്. ജെയിൻ, ഈ പടയപ്പ പൊതുവെ ജനവാസ മേഖലയിൽ ഇറങ്ങി കുറച്ച് അക്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഈയിടെയായി. പ്രത്യേകിച്ചും ഭക്ഷണം ശേഖരിക്കാനാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളല്ലേ. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം കുറച്ച് യുവാക്കളൊക്കെ വാഹനവുമായി അവൻ്റെ ദേഹത്തേക്ക് ഇടിച്ചു കയറാനൊക്കെ നോക്കിയതിൻ്റെ ഒരു പ്രതികാരമോ മറ്റോ ആയിരിക്കുമോ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയതും റേഷൻ കട പൊളിച്ചതും ഒക്കെ? മോത്തി, ഈ രണ്ട് കാരണങ്ങളുമുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഉള്ളതെന്ന് പറയുന്നത് ഈ ആന ആ ജനവാസ മേഖലയിൽ അല്ലെങ്കിൽ കഴിയുന്ന ഒരു ആനയാണ്. ഈ മൂന്നാർ എന്ന് പറയുന്ന KDHP കമ്പനിയും അതിൻ്റെ സമീപത്തുള്ള തേയിലത്തോട്ടങ്ങളും ഉൾപ്പെടുന്ന പ്രദേശവും അതോടൊപ്പം തന്നെ അതിന് സമീപത്തെ വനപ്രദേശങ്ങളും ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഈ കാട്ടാന ജീവിക്കുന്നത്. അതിൻ്റെ ഒരു സാധാരണ മുൻകാലങ്ങളിലൊക്കെ ഒരു 6 മാസമെങ്കിലും ഈ ജനവാസ മേഖലയിൽ തന്നെയാണ് കഴിയാറ്. പക്ഷേ ആ സമയത്തൊക്കെ ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടായിരുന്നു, പിന്നെ കാട്ടിൽ പോയി ഭക്ഷണം കഴിക്കാനുള്ള ആരോഗ്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ആനയ്ക്ക് വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുന്നു, 60 വയസ്സ് പിന്നിട്ടു എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ ഒരു കണക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ പോലെ കാട്ടിനുള്ളിലേക്കൊക്കെ പോയി ഭക്ഷണം തേടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കൂടാതെ കാട്ടിൽ മറ്റു കൊമ്പന്മാരുണ്ടെങ്കിൽ ഒരുപക്ഷെ ആക്രമിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ ജനവാസ മേഖലയിൽ തന്നെ തുടരാനൊരു കാരണം. മറ്റൊന്ന്, ഈ നമ്മളിപ്പോൾ ജങ്ക് ഫുഡ് എന്നൊക്കെ പറയുന്നത് പോലെ ആനയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള രുചികൾ ഭക്ഷിക്കുക. ഇപ്പോൾ പൈനാപ്പിൾ പോലെയുള്ള പഴങ്ങൾ അല്ലെങ്കിൽ മറ്റ് നമ്മൾ വേവിച്ച പാകം ചെയ്ത ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അതിൻ്റെ രുചി പിടിച്ചു പോയാൽ സ്വാഭാവികമായിട്ടും ആനകൾ ആ പ്രദേശത്ത് തന്നെ തമ്പടിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ആ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രകോപനം, അത് നേരത്തെ പടയപ്പ ഈ ജനവാസ മേഖലയിൽ അല്ലെങ്കിൽ ലയങ്ങളുടെ സമീപത്തൊക്കെ നടന്നു പോവുകയാണെങ്കിൽ പോലും യാതൊരു പ്രകോപനം. അതായത് ഈ മൃഗങ്ങളെ നമ്മൾ എപ്പോഴും മനുഷ്യന്റെ ജീവിത രീതിയുമായി ഇടപഴക്കി കൊണ്ടുവരുന്ന തരത്തിലേക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ശീലിപ്പിച്ചാൽ ഈ തരത്തിൽ അവൻ അത്തരം രുചിയുള്ള ഭക്ഷണം അന്വേഷിച്ച് സ്വാഭാവികമായും ഇറങ്ങും. ജനവാസ മേഖലയിൽ അക്രമങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് പല വിദഗ്ധരും പറയാറുള്ളത്. ഒരുപക്ഷെ അതൊക്കെ തന്നെ ആവണം കാരണം, അല്ലേ? പിന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ഭക്ഷണം ശേഖരിക്കുന്ന തരത്തിലേക്ക് പ്രായവുമായിട്ടുണ്ട് പടയപ്പയ്ക്ക് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.